ഇപ്പോൾ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. അതെ, അത് ഇപ്പോൾ നിങ്ങൾ പല മാധ്യമക്കാർക്കും എന്നെ മുന്നേ ഓഫീസിൽ വരുന്ന സമയത്ത് അറിയുന്ന ആളുകൾക്ക് അറിയാം. അതായത് ഓഫീസിൽ ഓൾ ഇൻ ഓൾ എല്ലാ ജോലികളും ഞാൻ തന്നെയായിരുന്നു. കാരണം ജില്ലാ പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും തന്നെയാണ് അത് ഏൽപ്പിക്കാറ്. അതാണല്ലോ ഞാൻ ഓഫീസിലെ ട്രഷററും അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് എല്ലാം ചെയ്യേണ്ടായിരുന്ന ആ ഓഡിറ്റിംഗ് എന്നുള്ള ജോലി. ഓഡിറ്റിങ്ങിന് വരുന്ന ആളുകൾക്ക് എല്ലാ കണക്കുകളും ഫയലുകളും ബില്ലുകളും എല്ലാം ഞാൻ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓഫീസിലെ ഓൾ ഇൻ ഓൾ കാര്യങ്ങൾ ഞാൻ തന്നെ ആയിരുന്നു. അത് കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചത്. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ കൊടുത്ത മൊഴി പ്രകാരം പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൽ ആരെല്ലാം പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതെല്ലാം തെളിയിക്കേണ്ടത് പോലീസിൻ്റെ ഒരു ചുമതലയാണ്. അപ്പോൾ അത് പോലീസ് ആ രീതിയിലുള്ള അന്വേഷണമായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്താനായിട്ട് പോലീസിന് സാധിക്കും. അല്ല, അത് ഇപ്പോൾ അന്വേഷണം ഒരു രീതിയിൽ നടക്കുന്ന സമയത്ത് ഞാൻ പോലീസിനോട് നമ്മൾ ഇന്ന ആളുകളെ അതല്ലല്ലോ പറയേണ്ടത്. അതിൽ ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ രഹസ്യ മൊഴിയായിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ കോടതിയിലും ഇത് ഞാൻ കൊടുക്കുന്നുണ്ട്, പോലീസിൻ്റെ മൊഴിയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ, ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതും ഇന്ന് പറയണതും ഒരേപോലെയാണ്. അതിൽ നിന്ന് എനിക്ക് മാറ്റേണ്ട കാര്യമില്ല. കാരണം ഞാൻ കണ്ട കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അതേ രീതിയിലുള്ള ഞാൻ കണ്ട കാര്യങ്ങൾ ഇതിൽ ആരെല്ലാം പങ്കാളികളായിട്ടുണ്ട്, ആർക്കൊക്കെ ഈ പണമിടപാടായിട്ട് ബന്ധങ്ങളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ 164 സ്റ്റേറ്റ്മെൻ്റായിട്ട് ഞാൻ കൊടുക്കും. തിങ്കളാഴ്ചയാണ് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ മാധ്യമങ്ങൾ ആ വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയത്.